ഹായ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗറിനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആൻസർ ചെയ്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചെരുപ്പ് പോലെ ഇരിക്കുന്ന ഫിഗറാണ് ഇത്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ളതാണ്. നമ്മൾ കാലിലിട്ട് നടക്കുന്ന ചെരുപ്പല്ല, ബോഡീൻ്റെ ഉള്ളിലുള്ളതാണ്. എന്തായിരിക്കും ആ ഫിഗർ? നമ്മുടെ ബോഡിയിൽ എനർജിയൊക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു സെല്ലിൻ്റെ ഓർഗനലാണത്. ചെറിയ ഓർഗനലാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എനർജി റിലീസ് ചെയ്യുന്ന, എനർജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെല്ലിൻ്റെ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണത്. എന്നാൽ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ദിസ് സെൽ ഓർഗനൽ. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് എനർജി കിട്ടുന്നത് അല്ലേ? എന്നാൽ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമല്ല എനർജി കിട്ടുന്നത്. ഫുഡ് കഴിച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ആക്കി അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ സെല്ലിലെത്തിക്കും. അതോടൊപ്പം നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജനും നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഈ ഓക്സിജനും സെല്ലിലേക്ക് എത്തും. ഇപ്പം 2 കാര്യങ്ങളാണ് സെല്ലിലേക്ക് എത്തിയേക്കുന്നത്. ഒന്നാമത്തത് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് എത്തിക്കുന്ന ഓക്സിജൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ സെല്ലിൽ വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിൽ നിന്ന് ഓക്സിജൻ ഉപയോഗിച്ച്, അപ്പോൾ എന്തൊക്കെയാണ്? സെല്ലിൽ നിന്ന് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. സെല്ലിൽ വെച്ചിട്ട് ഓക്സിജൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്, 2 സ്റ്റേജസ് ആയിട്ട് അത് നടക്കുന്നത്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഒന്നാമത്തതാണ് ഗ്ലൈക്കോലിസിസ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ സ്റ്റേജാണ് ക്രെബ്സ് സൈക്കിൾ. 2 സ്റ്റേജ് ആയിട്ടാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. ഒന്ന് ഗ്ലൈക്കോളിസിസ്, 2 ക്രെബ്സ് സൈക്കിൾ. ഇതിൽ ഏത് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് സ്റ്റേജ് ആണോ നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നതെന്ന് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രെബ്സ് സൈക്കിൾ ആണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ക്രെബ്സ് സൈക്കിൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ ഫോംഡ് ഇൻ ദിസ് ഫേസ്? രണ്ടാമത്തെ ഫേസിൽ എത്ര മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, 2 ഘട്ടങ്ങളായിട്ട് അത് നടക്കുന്നത്. ഗ്ലൈക്കോലിസിൽ 2 ATP മോളിക്യൂളാണ് ഉണ്ടാവുന്നത്. ക്രെബ്സ് സൈക്കിളിൽ 28 ATP മോളിക്യൂളാണ് ഉണ്ടാവുന്നത്. മൊത്തം അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി 30 ATP ആണ്. നമ്മളോട് പക്ഷെ മൊത്തം എത്ര എനർജി റിലീസ് ആവുന്നതെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ക്രെബ്സ് സൈക്കിളിൽ എത്രയാണ് റിലീസ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി എഴുതി. എത്രയാണ്? 28 ATP മോളിക്യൂൾസ് ആണ് റിലീസ് ചെയ്യുന്നത് ക്രെബ്സ് സൈക്കിളിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. അപ്പോൾ ഓഡ് വൺ എഴുതണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് ഒരു ഒറ്റക്കെട്ടായത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. സ്പ്ലീൻ, ബോൺ മാരോ, പാൻക്രിയാസ്, തൈമസ് ഗ്ലാൻഡ്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടെന്ന് കണ്ടെത്തണം. അതുമാത്രമല്ല മറ്റേതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചർ നോക്കണം. ഈ 4 എണ്ണത്തിൽ പാൻക്രിയാസ് ആണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്. കാരണം സ്പ്ലീൻ, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ് ഇത് 3ഉം ലിംഫാറ്റിക് നെർവസ് സിസ്റ്റത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ലിംഫാറ്റിക് സർക്കുലേഷൻ സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മതി. ഓൾ അതേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിലാണുള്ളത്. ഓക്കെ അല്ലേ? പാൻക്രിയാസ് ഒരു ഗ്ലാൻഡാണ്. അത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്കും പഠിക്കും. സ്പ്ലീന്, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്? ലിംഫാറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഓഡ് വൺ പാൻക്രിയാസ് ആണ്. ഇനി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോലെ ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം. അടുത്തത് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആർ ഗിവൺ ബിലോ. അനലൈസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഒന്നാമത്തെ നോക്കിക്കോടാ. ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. വീണ്ടും 2 സ്റ്റേജസ് ആണ്.
ഒന്ന് ഫോട്ടോസിന്തസിസിൻ്റെ ആദ്യത്തെ ഫേസ് ആണ് ലൈറ്റ് ഫേസ്, നമുക്ക് LP എന്ന് എഴുതാം, ലൈറ്റ് ഫേസ്. രണ്ടാമത്തത് ഡാർക്ക് ഫേസ്, നമുക്ക് DP എന്ന് എഴുതാം. അപ്പം ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസിനെ ഫോളോ ചെയ്തിട്ടാണ് ഡാർക്ക് ഫേസ് വരുന്നത്. ഓക്കെ അല്ലേ? ലൈറ്റ് ഫേസിൻ്റെ ഫോളോ ചെയ്താണ് ആര് വരുന്നത്? ഡാർക്ക് ഫേസ്. ഈ ലൈറ്റ് ഫേസിലാണ് വാട്ടർ സ്പ്ലിറ്റായിട്ട് ഓക്സിജനും ഹൈഡ്രജനായിട്ട് മാറുന്നത്. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? പുറത്തേക്ക് റിലീസ് ചെയ്യും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് ലൈറ്റ് ഫേസിലാണ്. ഇനി ഹൈഡ്രജൻ സ്ട്രോമയിലേക്കാണ് വിടുന്നത്. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക്. അപ്പോൾ നോക്കുക, ലൈറ്റ് ഫേസിൽ നടന്ന കാര്യമാണ് പറയുന്നത്. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ആക്കി ഓക്സിജനെ ആ ലീഫിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ലീഫിലാണ് കൂടുതലും എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസിന്തസിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഓക്സിജനെ ഫസ്റ്റത്തെ ഫേസിൽ തന്നെ പുറത്തേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക്, തൊട്ടടുത്തുള്ള സ്ട്രോമയിലേക്ക് വിടണം. കാരണം എന്താ? രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നത്, അതായത് ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ഫേസ് ഗ്രാനയിൽ വെച്ച് നടക്കും, സെക്കൻഡ് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി സെക്കൻഡ് ഫേസ് നടക്കണമെങ്കിൽ സ്ട്രോമയിലേക്ക് ഹൈഡ്രജൻ എത്തണം. ഇനി ലൈറ്റ് ഫേസിലുള്ള രണ്ടാമത്തെ പണിയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺലൈറ്റ് വേണമല്ലോ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ. സൺലൈറ്റിൽ നിന്ന് വരുന്ന എനർജി സോളാർ എനർജിയാണ്. ആ സോളാർ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റി ATP ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ATPയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ലൈറ്റ് ഫേസിൽ നടക്കുന്ന കാര്യം. ഡാർക്ക് ഫേസിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ലൈറ്റ് ഫേസിൽ നിന്ന് ഹൈഡ്രജൻ എന്ത് വന്നിട്ടുണ്ട്? സ്ട്രോമയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഈ ATPയിലുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യും. അപ്പം എന്തിനൊക്കെ കമ്പൈൻ ചെയ്യണം? ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജി ലൈറ്റ് ഫേസിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് പുതിയൊരു സാധനം ഉണ്ടാക്കി. ആ സാധനമാണ് ഗ്ലൂക്കോസ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് ഫേസിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് പറഞ്ഞ്, ലൈറ്റ് ഫേസിൽ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനാക്കി ഓക്സിജൻ റിലീസ് ചെയ്ത് ഹൈഡ്രജനെ സ്ട്രോമയിലേക്ക് വിട്ട്, പിന്നെ വരുന്ന ലൈറ്റിൻ്റെ എനർജീനെ, ആ ലൈറ്റ് എനർജീനെ എന്താക്കി മാറ്റി? കെമിക്കൽ എനർജി ആക്കിയിട്ട് ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ച്. ഇതാണ് ലൈറ്റ് ഫേസിൽ നടന്നത്. പിന്നെ അടുത്ത ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസ് കഴിഞ്ഞാലേ ഡാർക്ക് ഫേസിന് വരാൻ പറ്റുള്ളൂ. ഡാർക്ക് ഫേസിന് ശരിക്കും ലൈറ്റ് ആവശ്യമില്ല, പക്ഷേ ലൈറ്റ് ഫേസ് കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാരണം ഹൈഡ്രജൻ വരണം അല്ലേ, എനർജി വേണം. ഇതൊക്കെ ലൈറ്റ് ഫേസിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ ആ ഡാർക്ക് ഫേസിൽ വന്നിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ATPയിലുള്ള എനർജി ഉപയോഗിച്ച് കമ്പൈൻ ആക്കിയ പുതിയൊരു സാധനം അവിടെ ഉണ്ടായി. അതാണ് ഗ്ലൂക്കോസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം, ഇനി കറക്റ്റ് പ്രോസസ്സ് ചെയ്താന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിയാടാ, ഡാർക്ക് ഫേസിൽ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയി എന്നാണ് പറയണത്. അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് തെറ്റാണ്. കാരണം ഡാർക്ക് ഫേസിലല്ല വാട്ടർ സ്പ്ലിറ്റ് ആവണേ. ഏത് ഫേസിലാണ്? ലൈറ്റ് ഫേസിലാണ്. അപ്പോൾ ഫസ്റ്റ് എത്തത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഡ്യൂറിങ് ലൈറ്റ് ഫേസ് ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, ഈ ലൈറ്റ് ഫേസിൽ ഉണ്ടാക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ തെറ്റാണ്, രണ്ടാമത്തെ കറക്റ്റാണ്. ഡ്യൂറിങ് ഡാർക്ക് ഫേസ് ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ അതും പറഞ്ഞ ഏതാണ്? ഡാർക്ക് ഫേസിൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനെയും കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ആണ്. 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2, 3 ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബോൺ ഡിസീസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏതാണ് ഡിസീസ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡിറ്റീരിയോറേറ്റ്സ് ആസ് ദേ ബിക്കം പോറസ്. എല്ലിൻ്റെ ഉള്ളിൽ കുറേ പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ദ്വാരങ്ങൾ, കുറേ ഊട്ടകൾ വന്ന് കഴിഞ്ഞാൽ എല്ലിന് ബലം ഉണ്ടാവും. നമുക്കിപ്പോൾ പിടിച്ചു നോക്കുമ്പോഴും ഇങ്ങനെ അമർത്തി നോക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും എല്ലിന് ബലം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? എല്ലിന് ബലം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന ഹിന്ദിയിൽ ഒന്നാമത്തത്, ആ എല്ലുകളുടെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്? പോർസ് വന്നിട്ടുണ്ട്, ഊട്ടകൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബലം പോയി, അത് പെട്ടെന്ന് നശിച്ചു ഒടിഞ്ഞു പോവും. ക്ലിയർ അല്ലേ? ഇനി എന്തുകൊണ്ടാണ്? ഇതാണ് ഒന്നാമത്തെ ഹിൻഡ്. രണ്ടാമത്തെ ഹിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നേക്കണമെന്നാണ്. ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പോരായ്മ. എന്തിൻ്റെയൊക്കെ പോരായ്മ? പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിൻ ഡി, ഇതിൻ്റെയൊക്കെ പോരായ്മ മൂലമാണ് ഈ അസുഖം ഉണ്ടായേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ചോദിച്ചേക്കുന്നത്
ഏതാണ് ഈ അസുഖം? ഐഡൻറ്റിഫൈ. ഓൾറെഡി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്? ആൻസർ ഉണ്ട്. പോറസ് അല്ലേ? അപ്പോൾ ഈ അസുഖത്തിൻ്റെ പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഡിസീസിൻ്റെ പേര് കണ്ടെത്തി, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ബോൺസിലൊക്കെ പോർസ് വന്നിട്ട് അത് എന്താവുന്നു? അതിൻ്റെ ബലമൊക്കെ ക്ഷയിച്ച് പോകുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചൂസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ആൻസർ ബൈ അനലൈസിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റീസണും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഡൈലൂട്ടഡ് ലൈം വാട്ടർ ടേൺ മിൽക്കി. അതായത് ലൈം വാട്ടർ എന്താവുന്നുണ്ട്? മിൽക്ക് പോലെ ആവുന്നുണ്ട്. എപ്പോഴാണത് മിൽക്ക് പോലെ ആവുന്നത്? എക്സൈൽഡ് എയർ പാസ്ഡ് ത്രൂ ഇറ്റ്. അതായത് നമ്മൾ ലൈം വാട്ടറിലേക്ക് ഡൈലൂട്ടഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അത് മിൽക്ക് പോലെ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ റീസൺ നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹയർ ഇൻ എക്സൈൽഡ് എയർ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റീസൺ. നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് ഊതുന്ന എയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ. ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ ശരിയാണ്. ആ ലൈം വാട്ടറും അതേപോലെ തന്നെ നമ്മൾ ഊതുന്ന എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ എന്താവുന്നുണ്ട്? റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് മിൽക്ക് പോലെ ആവുന്നത്. ക്ലിയർ അല്ലേ? അതായത് ലൈം വാട്ടറിലുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അതേപോലെ തന്നെ നമ്മുടെ എയറിലുള്ളത്, പുറത്തേക്ക് വിടുന്ന എക്സൈൽ ചെയ്യുന്ന എയറിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് മിൽക്കിൻ്റെ കളർ പോലെ ആയി മാറും. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അതേപോലെ തന്നെ റീസണും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആൻഡ് റീസൺ കറക്റ്റ്. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇനി ജോയിൻറ്റും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. ഓരോ ജോയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക, ഓരോത്തിൻ്റെ ഫീച്ചർ നോക്കുക, അത് ഏത് ജോയിൻ്റാണ്, അതിനനുസരിച്ച് അതിനെ മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാം. ടേൺ അറൗണ്ട് ദ ആക്സിസ്. ഒന്നാമത്താണ് ടേൺ. ഒരു ആക്സിസ് ഉണ്ടാവും, അതിന് ചുറ്റുമായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. രണ്ടാമത്താണ് മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നോക്കാം. അതിന് അടിയിൽ 3 ജോയിൻറ്റുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ജോയിൻറ്റിൻ്റെ പേര് ഹിഞ്ച് ജോയിൻറ്റ്, രണ്ടാമത്തെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, മൂന്നാമത്തെ പൈവോട്ട് ജോയിൻറ്റ്. അപ്പോൾ ഈ 3 ജോയിൻറ്റും ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇവിടെ ഒരു ആക്സിസ് പോലെ നിന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പിവോട്ട് ജോയിൻറ്റ്. നമ്മുടെ സ്കള്ളും വേർട്ടിബ്രൽ കോളത്തിൻ്റെ തുടക്ക ഭാഗവും ചേരുന്ന ഭാഗത്തുള്ള ജോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പിവോട്ട് ജോയിൻറ്റ് അല്ലെങ്കിൽ പൈവോട്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയും 3യും കണക്ട് ചെയ്യാം. എയും 3യും കണക്ട് ചെയ്തു. ഇനി രണ്ടാമത്തതാണ് മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ജോയിൻ്റ് ആയിരിക്കും? ഇത് നമ്മുടെ വാതിലൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, ഹിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ വിജാഗിരി എന്ന് മലയാളത്തിൽ പറയും. വാതിൽ ഒരു സൈഡിലേക്കല്ലേ നമ്മൾ തുറക്കാൻ പറ്റുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ പിന്നെ 2 സൈഡിലേക്ക് തുറക്കണമൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ സാധാരണ നോർമൽ പണ്ട് മുതലുള്ള ഡോറുകളൊക്കെ എന്താണ്? ഒരു സൈഡിലേക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണ്? അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അല്ലേ? അതേപോലെ ആ ഒരു ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻറ്റ്. എന്ത് ജോയിൻ്റാണ്? ഹിഞ്ച് ജോയിൻറ്റ്. നമ്മുടെ കയ്യിൽ 4 ലിംബിലുള്ള ജോയിൻ്റാണ്. ഇതാണ് നമ്മുടെ 4 ലിംബ്. ഹാൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4 ലിംബ്. ഇവിടെ നോക്കിയാൽ എനിക്ക് എൻ്റെ നേരെയാണ് ഇത് മടക്കാൻ പറ്റുന്നത് അല്ലേ? എനിക്ക് ഓപ്പോസിറ്റ് താഴേക്ക് ഇത് മടക്കാൻ പറ്റില്ല. അങ്ങനെ മടക്കണമെങ്കിൽ ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ? അപ്പോൾ 4 ലിംബിലുള്ളത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് താഴേക്ക് എനിക്ക് വളക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ മുട്ടിലുള്ളത്, കാൽമുട്ടുണ്ടല്ലോ, അതും നമുക്ക് ബാക്കിലേക്ക് മടക്കാൻ പറ്റുള്ളൂ, അത് ഫ്രണ്ടിലേക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ള മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ. അത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുത്തെ. ഓക്കെ, എനിക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റൈറ്റും ലെഫ്റ്റും എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും?
മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഒരു ബോണിൻ്റെ അറ്റം ബോൾ പോലെ ഉണ്ടാവും, മറ്റേ ബോണിൻ്റെ അറ്റം ഒരു സോക്കറ്റ്, ഒരു കുഴി പോലെ ഉണ്ടാവും. ക്ലിയർ ആണോ? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അതെല്ലാ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മൂന്നാമത്തത് മാർക്ക് ചെയ്യാം. മൂന്നാമത്തത് 2 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. A3 ആയിരുന്നു, B1 ആയിരുന്നു, C2 ആയിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ കുറച്ച് ജീവികൾ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ പേരും അവരുടെ റെസ്പിറേറ്ററി സർഫേസും തന്നിട്ടുണ്ട്. എന്തുപയോഗിച്ചാണ് അവർ ശ്വസിക്കുന്നത്, ശ്വസനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. നോക്കാം. ഒന്നാമതായിട്ട് മനുഷ്യനാണ്, മാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശ്വസിക്കാൻ നമ്മുടെ എയറൊക്കെ പോയി ചെല്ലുന്നത് എവിടെയാണ് ചെല്ലുന്നത്? അത് നമ്മുടെ ലങ്സിലേക്കാണ് ചെല്ലുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് കിട്ടി, മാൻ്റെ നേരെ എന്താണ്? ലങ്സ്. രണ്ടാമത്താണ് അമീബ ഒരു സിംഗിൾ സെല്ലുള്ള ഓർഗാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് ലങ്സോ മറ്റുള്ള ഓർഗൻസോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താണുള്ളത്? അവർക്കുള്ളത് സെൽ മെംബ്രെയിൻ ആണ്. അവരുടെ സെല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള കവറിങ് ആണ് സെൽ മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിൻ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എക്സ്പിറേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് ഗിൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഗിൽസോ? അതെന്താ ഗിൽസ്? കേട്ടിട്ടുണ്ടാ? അത് ഫിഷിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മാർക്ക് ചെയ്തു. ഗിൽസ് എന്താണ്? ഫിഷിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ത്വാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലൊക്കെ ഉണ്ടാവുന്ന മണ്ണിര എന്ന് പറയാം, ഞാഞ്ഞൂൾ എന്ന് പറയാം. ഇതിനുണ്ടാവുന്നത് അതിൻ്റെ സ്കിന്നാണ്. അത് അതിൻ്റെ സ്കിന്നിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരാൾ കൈ മടക്കുന്നു. കൈനെ വിളിക്കുന്ന മറ്റൊരു പേര് ഹാൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഫോർലിംബ്. അപ്പോൾ ഫോർലിംബ് ഫോൾഡ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു എക്സ് കിടക്കുന്നുണ്ട്, ഒരു എക്സ് ഉണ്ട്. അത് എക്സ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. അത് തന്നെയാണ് ചോദ്യം. എക്സ് എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തേക്കുന്ന പാർട്ടിൻ്റെ പേരെന്താണ്? അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നോക്കിക്കേടാ. ഈ കാണുന്നതാണ് മസിൽ. ഓക്കെ, ഈ കാണുന്നതാണ് ബോൺ ഞാൻ വേറെ കളറിൽ കൊടുക്കാം, കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ മസിൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബോൺസ്. ഓക്കെ, മസിൽസിനെയും ബോൺസിനെയും അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗമാണ് ഇത് അല്ലേ? മസിൽസിനെ ബോണിനെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഭാഗം അതാണ് എക്സ്. എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? ടെൻഡൻ. ശ്രദ്ധിക്കുക, മസിൽസിനെയും ബോൺസിനെയും അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ടെൻഡൻ. ഇനി അതിൻ്റെ ഫങ്ഷൻ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അറ്റാച്ച് അല്ലെങ്കിൽ കണക്ട്. ഇറ്റ് കണക്ട്സ് മസിൽസ് ടു ബോൺസ്. മസിൽസിനെയും ബോൺസിനെയും എന്തായിട്ടുണ്ട്? അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഹാപ്പൻ ടു ദ മസിൽ ഷോ ഇൻ ദ ഫിഗർ വെൻ ഹാൻഡ് ഈസ് സ്ട്രെച്ചഡ്. സ്ട്രെച്ച് എന്ന് പറയും, ഇത് ഫോൾഡ് ആണ്, ഇതാണ് സ്ട്രെച്ച്. നിവർത്തി വെച്ച് അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലുള്ള മസിലിൻ്റെ പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സർ മസിൽ. ഇതിന് ഓപ്പോസിറ്റ് താഴെയുള്ള മസിലിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസർ മസിൽ. ഇത് ഫ്ലെക്സർ, ഇത് എക്സ്റ്റെൻസർ. ഫ്ലെക്സർ, എക്സ്റ്റെൻസർ. കൈ സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോൾ ഫ്ലെക്സർ മസിൽ എന്താവും? റിലാക്സ് ആവും. ഫ്ലെക്സർ മസിൽ നമുക്കിത് ഇവിടെ കൊടുക്കാം. മുകളിൽ ഇതേ കണ്ട മസിൽസ്, മുകളിലുള്ള മസിലിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സർ മസിൽ. ഈ മസിലാണ് ഫ്ലെക്സർ മസിൽ. താഴെ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നതാണ് എക്സ്റ്റെൻസർ മസിൽ. കൈ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സർ മസിൽ എന്താവും? റിലാക്സ് ആവും. എക്സ്റ്റെൻസർ മസിൽ എന്താവും? കോൺട്രാക്റ്റ് ആവും. ഇവരെപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരാൾ റിലാക്സ് ആയാൽ മറ്റേ കോൺട്രാക്റ്റ് ആവും. ഇനി ആദ്യത്തെ ആൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ മറ്റേ ആൾ റിലാക്സ് ആവും. ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്ഷനുള്ള ഒരു പെയർ ഓഫ് മസിലിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റഗോണിസ്റ്റിക് മസിൽ. ക്ലിയർ അല്ലേ? അത് ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓപ്പോസിറ്റ് ആക്ഷനുള്ള ഒരു പെയർ മസിലിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റഗോണിസ്റ്റിക് മസിൽ. ഇപ്പോൾ കൈ നമ്മൾ നിവർത്തി വെച്ചേക്കാണ്. കൈ നിവർത്തുമ്പോൾ ഫ്ലെക്സർ മസിൽ എന്തായി? റിലാക്സ് ആയി. എക്സ്റ്റെൻസർ മസിൽ എന്തായി? കോൺട്രാക്റ്റ് ആയി.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ഒരു ലാബിലെ റിപ്പോർട്ടാണ്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഇത് ലാബിലെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറയും. നമ്മുടെ യൂറിൻ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയും, അതിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് ടെസ്റ്റാണ് ചെയ്തേക്കുന്നത്? ബ്ലഡ് ടെസ്റ്റ് ആണോ? അല്ല, യൂറിനിലുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് ഓഫ് പോസിബിൾ ഡിസീസ്. ഈ ഒരു റിസൾട്ടിൻ്റെ ഉടമയ്ക്ക്, അതായത് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്ത ആൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം, ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാടാ. ഓക്കെ, 23 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഗ്ലൂക്കോസ് യൂറിനിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗ്ലൂക്കോസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ് പോസിറ്റീവാണ്. പസ് സെൽസ്, പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പിൻ്റെ സെൽസാണ്, അത് പോസിറ്റീവാണ്. ഓക്കെ. ബിലിറൂബിൻ, അതും പോസിറ്റീവാണ്. ആൽബുമിൻ, അത് നെഗറ്റീവാണ്, അതില്ല. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, അത് പോസിറ്റീവാണ്. അപ്പോൾ നോക്കിയേ, 4 കാര്യങ്ങൾ പോസിറ്റീവാണ്, ഒരെണ്ണം നെഗറ്റീവാണ്. അപ്പോൾ നോക്കാം, ഗ്ലൂക്കോസ് പോസിറ്റീവായാൽ അയാൾക്ക് ഡയബറ്റിസ് എന്നാണ് അർത്ഥം. കാരണം യൂറിനിലൂടെ അധികം എന്ത് പോകാൻ പാടില്ല, ഗ്ലൂക്കോസ് പോകാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം? അയാൾ ഡയബറ്റിക് ആണെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് പസൽസ് ആണ്. പസൽസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പഴുപ്പിൻ്റെയൊക്കെ സെല്ലുകളാണ്. പസൽസ് പോസിറ്റീവ് ആയതുകൊണ്ട് അയാൾക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാം. യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. ഇനി അടുത്തതാണ് ബിലിറൂബിൻ. ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറ് ഒരു യെല്ലോ, ഡാർക്ക് യെല്ലോ കളറാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിവറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഡാർക്ക് യെല്ലോ കളറാണ്. ഇത് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ വൈറ്റ് പോർഷനിൽ യെല്ലോ കളർ വരും, നെയിൽസിൽ യെല്ലോ കളർ വരും. അങ്ങനെ മെയിൻ വൈറ്റ് പോർഷൻസിലൊക്കെ എന്ത് വരും? യെല്ലോ കളർ വരും. നമുക്ക് കാണുമ്പോൾ അത് മഞ്ഞയായിട്ടായിരിക്കും മിക്കതും കാണാൻ പറ്റുക. അങ്ങനെ ഒരു അസുഖത്തെ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ, മഞ്ഞപ്പിത്തം അല്ലേ? അതേപോലെ അത് തന്നെയാണ് ഇവിടെ വരുന്നത്, ജോണ്ടിസ്. ജോണ്ടിസ്. അപ്പോൾ ബിലിറൂബിൻ കൂടിയതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്നാണ് ജോണ്ടിസ് എന്ന് പറഞ്ഞ അസുഖം അദ്ദേഹത്തിന് ഉണ്ടാകുക. ഇനി അടുത്തത് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽ. ക്രിസ്റ്റലാണ്, കല്ലുകൾ പോലെ ഇരിക്കാനാണ്. നല്ല ഇതായിരിക്കും അല്ലേ? കിഡ്നിയിലും യൂറിനറി ട്രാക്റ്റിലൊക്കെ കല്ല് പോലെ വന്നിരിക്കുന്നു. അപ്പം അതെന്താണ്? കിഡ്നി സ്റ്റോണ്. ഭയങ്കര വേദന ഉണ്ടാവും ഇതിങ്ങനെ വന്ന് അടിഞ്ഞവിടെ കിടക്കുമ്പോൾ. യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് വന്നേക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇയാൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിസീസുകൾ നമ്മളിപ്പോൾ ഏതൊക്കെയായിരുന്നു? ഡയബറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ജോണ്ടിസ്, കിഡ്നി സ്റ്റോൺ. ഇനി ആൽബുമിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് കിഡ്നി ഡിസീസായി മാറിയേനെ. കിഡ്നി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായേനെ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. റീറൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദെയർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. അണ്ടർലൈൻഡ് പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? തിരുത്തുക. അതല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒന്നാമത്തെ അണ്ടർലൈൻ വന്നേക്കുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ, രണ്ടാമത്തത് ഓക്സി ഹീമോഗ്ലോബിൻ, മൂന്നാമത്തത് 23%, നാലാമത്തത് in the alveolus oxygen is high. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആരായിട്ടാണ് കമ്പൈൻ ചെയ്തേക്കണം? ഹീമോഗ്ലോബിനായിട്ട്. ആൻഡ് ട്രാൻസ്പോർട്ടഡ് ആസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതാണ്, കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ഹീമോഗ്ലോബിനും ചേർന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിരിക്കും ഉണ്ടാകുക എന്നാണ് പറഞ്ഞേക്കണത്. അത് തെറ്റാണ്. അവിടെ ഉണ്ടാകുന്നത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. കാർബോക്സി അല്ല, കാർബമിനോ ഹീമോഗ്ലോബിൻ.
അപ്പോൾ അത് തെറ്റുണ്ടെന്ന് മനസ്സിലായി, അത് നമ്മൾ തിരുത്തിയിട്ടുണ്ട് കേട്ടോ. കാർബോമിനോ ഹീമോഗ്ലോബിൻ. രണ്ടാമത്തത് നോക്കാം, ഓക്സിജൻ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ. നേരത്തെ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ ആയിരുന്നു, ഇപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനാണ് ചേർന്നേക്കണം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറഞ്ഞേക്കണം. അത് ശരിയാണ്, അപ്പോൾ അത് തിരുത്തേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 23% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻഡ് വിത്ത് വാട്ടർ ഇൻ ദ RBC ടു ഫോം ബൈകാർബണേറ്റ്. ബാക്കി എല്ലാം ശരിയാണ്, ആ 23% എന്നുള്ളത് തെറ്റാണ്. ശരിക്കും 70% ആണ്. കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലെ വാട്ടറായിട്ട് ഡിസോൾവ് ആവുകയും ബൈകാർബണേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ 23 എന്ന് മാറ്റിയിട്ട് 70 എന്നാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ്, ഇൻ ദ ആൽവിയോലസ് ദ കോൺസ്റ്റന്റ്. ആൽവിയോലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ലങ്സ് വീർക്കാറുണ്ട് അല്ലേ? ആ ലങ്സിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു എയറിൻ്റെ സാക്കാണ്, എയറിൻ്റെ അറകൾ, ബലൂണൊക്കെ പോലെ. എയർ വരുമ്പോൾ അത് വീർക്കും, എയർ പോകുമ്പോൾ അത് എന്തെങ്കിലും ചുരുങ്ങും. നമ്മൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന എന്താണ്? ഓക്സിജൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത്, ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൽവിയോളിൻ്റെ ഉള്ളിൽ ഓക്സിജൻ തന്നെ ആയിരിക്കില്ലേ കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ അതിലൊരു തെറ്റും ഇല്ല, തിരുത്തേണ്ട ആവശ്യമില്ല. ഇനി എക്സസൈസ് ചെയ്യണോ വേണ്ടയോ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയല്ല ചോദിച്ചേക്കണം, എക്സസൈസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പാർട്ടിലാന്ന് നോക്കിയടാ? ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും അതേപോലെ തന്നെ ലങ്സിനും. ഓക്കെ, എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലെ മസിൽസിനും ലങ്സിനും ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തിനും എല്ലാത്തിനും ബെനിഫിറ്റാണ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവണമെന്ന് നോക്കാം. ഹാർട്ടിലുള്ള മസിൽസ് ഉണ്ടാ, ഹാർട്ടിൻ്റെ വാൾസ്, കാർഡിയാക് മസിൽ എന്ന് പറയും. ഹാർട്ട് മസിൽസിനെ മോർ എഫക്റ്റീവ് ആക്കും. അതായത് നല്ല രീതിയിൽ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുക. അപ്പോൾ ഹാർട്ടിലെ മസിൽസിന് എന്ത് ചെയ്യുക? എഫക്റ്റീവായിട്ടായിരിക്കും എന്ത് ചെയ്യണം കൊണ്ടുപോകണം. അതേപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടും. എന്താ കൂടുക? ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. കാരണം ബ്ലഡ് വെസൽസ് എക്സ്പാൻഡായി, ബ്ലഡ് വെസൽസ് എക്സ്പാൻഡായി. അതായത് ചെറിയ ഒരിത്തിരി ഉണ്ടായിരുന്ന ബ്ലഡ് വെസൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ആയപ്പോഴത്തേക്ക് അതിലൂടെ കൂടുതൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ സർക്കുലേഷൻ കൂടി, കൂടുതൽ ഓക്സിജൻസും ന്യൂട്രിയൻസും എല്ലായിടത്തും പെട്ടെന്ന് എത്താൻ തുടങ്ങി. അപ്പോൾ എന്തായി? ഹാർട്ടിൻ്റെ മസിൽസ് മോർ എഫക്റ്റീവായി, ബ്ലഡ് വെസൽസ് എക്സ്പാൻഡായി, സർക്കുലേഷൻ സിസ്റ്റം കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ലങ്സിന് എങ്ങനെയൊക്കെയാണ് എക്സസൈസ് ഗുണപ്പെടുത്തുന്നത് നോക്കാം. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ആയി. എന്താ വൈറ്റൽ കപ്പാസിറ്റി? നമ്മൾ നോർമൽ ബ്രീത്ത്, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കും ഞാൻ നോർമലി ബ്രീത്ത് വിടുന്നുണ്ട് അല്ലേ? ഉള്ളിലേക്ക് എയർ എടുക്കുന്നുണ്ട്, പുറത്തേക്ക് എയർ വിടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ കാണുന്നില്ല, ഞാൻ പോലും അറിയുന്നില്ല. അത് നോർമലി എൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നോർമൽ ബ്രീത്തിങ്. അപ്പോൾ വരുന്ന എയറിൻ്റെ അളവ് കൂടുതലായിരിക്കും കുറവാണ്. കാരണം എന്താണ്? നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതാണ്. അതേസമയം നമ്മൾ ശക്തമായിട്ട് എയർ ഉള്ളിലേക്ക് എടുത്തിട്ട് അതേ ശക്തിയിൽ തന്നെ ആ എയർ പുറത്തേക്ക് കളയണമെങ്കിൽ, നമ്മളിപ്പോൾ റൊണാൾഡോ ഫ്രീ കിക്ക് എടുക്കാൻ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? റൊണാൾഡോ ഫ്രീ കിക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ എന്താ ചെയ്യണത്? ആദ്യം ശ്വാസം ഉള്ളിലേക്ക് നല്ലോണം വലിച്ചിട്ട് ഒറ്റ വിടലാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വിടുമ്പോഴത്തേക്ക് എന്താ സംഭവം? ഒരു എനർജിയൊക്കെ കിട്ടിയ ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് എന്തെടുക്കുന്നുണ്ട്? ഓക്സിജൻ എടുക്കുന്നു. അതേ ഫോഴ്സിൽ തന്നെ ആ എയറിനെ പുറത്തേക്ക് കളയുമ്പോൾ എയറിൻ്റെ അളവ് കൂടുകയോ കുറയോ? എയറിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ വിടുന്ന എയറിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. അങ്ങനെ വിടുന്ന എയറിൻ്റെ അളവ് എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ അത് കൂടുമെന്നാണ് പറഞ്ഞത്. വൈറ്റൽ കപ്പാസിറ്റി കൂടിയാൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടിയെന്ന് അർത്ഥം, അല്ലെങ്കിൽ ലങ്സ് ഹെൽത്തി ആണെന്നാണ് അർത്ഥം. കൂടുതൽ എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലങ്സ് ഹെൽത്തി ആണെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി വൈറ്റൽ കപ്പാസിറ്റി കൂടുക മാത്രമല്ല, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമുക്കറിയാം ലങ്സിൽ ഗ്യാസുകൾ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ്. അപ്പോൾ ഒരു ശ്വാസം എടുക്കുന്നതിനും വിടുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബിക്കം മോർ എഫക്റ്റീവ്. ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എക്സാമൊക്കെ എഴുതാൻ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്വാസം എയറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് നല്ല ഇതിലേക്ക് പുറത്തേക്ക് വിടാം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്കൊരു എനർജി കിട്ടും, കൂടുതൽ ഓക്സിജനൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ
എക്സസൈസ് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ മനസ്സിലായി. ഇതുകൂടാണ്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് പോകും, മനസ്സിലായി. അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണം, എഴുതാനാണ് പറഞ്ഞേക്കണം. തെറ്റുള്ളത് എഴുതണ്ട. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റൊമാറ്റ റിമെയിൻ ക്ലോസ്ഡ് ഇൻ ദ ഡേ ടൈം, ഓപ്പൺ അറ്റ് നൈറ്റ് ടൈം. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതിൽ പോലെയാണ്. ലീഫിൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വരണം. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ഓപ്പണിംഗ് വേണം. ക്ലിയർ ആണ്? നമ്മൾ വീട്ടിലേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ്, കതക് വേണ്ടേ? അതേപോലെ തന്നെ ലീഫിൻ്റെ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് വരണം എന്നുണ്ടെങ്കിൽ ഒരു കതക് വേണം. ക്ലിയർ ആണ്? അതേപോലെ ഓക്സിജൻ ലീഫിൻ്റെ ഉള്ളിലല്ലേ, അത് നമുക്ക് ശ്വസിക്കണ്ടേ, പുറത്തേക്ക് വരണ്ടേ, അതിനും ഈ കതകാണുള്ളത്. ആ കതകാണ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമാറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്റ്റൊമാറ്റ രാവിലെ ക്ലോസ് ആയി കിടക്കണേയിരിക്കും, രാത്രി ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞേക്കണത്. അത് തെറ്റാണ്. നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത്. ഡേ ടൈമിന് ഓപ്പണും നൈറ്റ് ടൈമിന് ക്ലോസും ആണ് ആവേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത്, ഡ്യൂറിങ് ഡേ ടൈം ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് സൈമുൾട്ടേനിയസ്ലി ഇൻ മെസോഫിൽ സെൽസ്. ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒരേപോലെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. ക്ലിയർ അല്ലേ? ഡേ ടൈമിൽ എന്ത് നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ്സിന് നമ്മുടെ അത്രയും എനർജി വേണ്ട, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ റെസ്പിറേഷനും നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇനി അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ശ്വസനം, അതാണ് റെസ്പിറേഷൻ. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താ, ഉള്ളിലേക്ക് ഓക്സിജൻ എടുത്തിട്ട് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിന് വേണ്ടി പ്ലാന്റ്സ് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എക്സൈൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പം നമ്മുടെ ലോകം, നമ്മുടെ ഭൂമി തുടങ്ങിയത് മുതൽ എത്ര ആളുകൾ ജീവിച്ചിട്ടുണ്ട്, എത്ര ജീവികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് വിടുന്നത് എന്ത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. എന്നിട്ടും നമ്മുടെ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാതെ നിൽക്കുന്ന ഒരു പ്രധാന കാരണക്കാരൻ ആരാണ്? ഈ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഡ്യൂറിങ് നൈറ്റ് വെൻ സ്റ്റൊമാറ്റ ഈസ് ക്ലോസ്ഡ്. നൈറ്റിൽ സ്റ്റൊമാറ്റ ക്ലോസ് ആവുമെന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് ടേക്ക് പ്ലേസ് ത്രൂ ഓസ്മോസിസ്. ഇത് തെറ്റാണ്. ഇത് തെറ്റാനുള്ള കാരണം ഓസ്മോസിസ് എന്നുള്ള വേർഡാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താടാ, വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നതാണ്, മൂവ് ചെയ്യുന്നതാണ്. എന്ത് മോളിക്യൂൾസ് ആയിരിക്കണം? അത് വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കണം. പക്ഷെ ഇതിപ്പോൾ വാട്ടർ മോളിക്യൂൾ ആണോ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതവിടെ ഓസ്മോസിസ് ആയിരുന്നില്ല അവിടെ വരേണ്ടത്. അവിടെ വരേണ്ടത് ഡിഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസേഴ്സ് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കാർട്ടിലേജ് ഡിഫറെൻറ്റ് ഫ്രം ബോൺസ്? ബോൺസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളത്, അതായത് നമ്മൾ ചിക്കനൊക്കെ കഴിക്കൂലടാ, ചിക്കൻ്റെ കാലിൻ്റെ അറ്റത്തൊരു ഭാഗമുണ്ട്, ഒരു കുഴ ഇരിക്കുന്ന ഭാഗം, കുഴഞ്ഞിരിക്കുന്ന ഭാഗമല്ല, ഒരു എല്ലാണ്. പക്ഷെ അത് എല്ലിൻ്റെ അത്രയും കട്ടിയുള്ളതെന്നല്ല, നമുക്ക് അത് കടിച്ച് തിന്നാനൊക്കെ തോന്നും. ക്ലിയർ അല്ലേ? ആ ചിക്കൻ കാലിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാർട്ടിലേജ്. എന്തിലേജാണ്? കാർട്ടിലേജ്. രണ്ട് ബോൺസ്, ഇതൊരു ബോണ്, ഇതൊരു ബോണ്, ഇവർ തമ്മിൽ ജോയിൻ്റ് മൂവ്മെൻ്റ് നടക്കുമ്പോൾ ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ആരുള്ളത്, കാർട്ടിലേജ് ഉള്ളത്. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കണതാണ് കാർട്ടിലേജ്. രണ്ട് ബോണിൻ്റെ ആ അറ്റത്തുള്ളതാണ് കാർട്ടിലേജ്. ഓക്കെ അല്ലേ? അപ്പോൾ ബോൺസിൽ നിന്ന് ഇവരെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. കാർട്ടിലേജ് ബോൺസിനേക്കാൾ സോഫ്റ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കാർട്ടിലേജ് സോഫ്റ്റ് ആണ്. രണ്ടാമത്തത്, കാർട്ടിലേജ് ബോൺസിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കാർട്ടിലേജ് സോഫ്റ്റർ ആണ്, ബോൺസിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ കാർട്ടിലേജിൽ ബ്ലഡ് വെസൽസോ
അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സോ ഇല്ല. ബ്ലഡ് വെസൽസോ നെർവ് ഫൈബേഴ്സോ ആബ്സെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ബ്ലഡ് വെസൽസും നെർവ് ഫൈബേഴ്സും എവിടെ ഇല്ല? ബോൺസിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? നമ്മുടെ എന്തായിരുന്നു, കാർട്ടിലേജിലില്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മളോട് 2 കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. നമ്മൾ 3 കാര്യം എഴുതിയിട്ടുണ്ട്. ഒന്ന്, കാർട്ടിലേജ് സോഫ്റ്റർ ആണ്. 2, കാർട്ടിലേജ് ബോണിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ്. മൂന്നാമത്തത് ബ്ലഡ് വെസലും നെർവ് ഫൈബേഴ്സും കാർട്ടിലേജിലില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കാം, ABCD എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. എ എന്ന് പറയുന്നത് നോക്കിയടാ, കോയിൻസ് അടുക്കി ഇത് കണ്ട, കോയിൻസ് ഇങ്ങനെ അല്ലെങ്കിൽ പോപ്പിൻസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലത്തെ സ്ട്രക്ചറാണ്. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗ്രാന. ആ കോയിൻസ് അല്ലെങ്കിൽ പോപ്പിൻസ് നമ്മൾ തിന്നാറില്ല, 2 രൂപൻ്റെ ഒക്കെ 5 രൂപയെന്ന് തോന്നുന്നുണ്ട്. ആ പോപ്പിൻസിൻ്റെ ഓരോ മിഠായി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മൊത്തം സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാന. ഈ സ്ട്രക്ചർ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ഗ്രാന. ഇനി അടുത്തതാണ് നോക്കിക്കോ, ബി എന്ന് പറയുന്നത് ഈ ഗ്രാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചേക്കനാണ്. ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ച് കെട്ടി വെച്ചേക്കനാണ്. അതാണ് സ്ട്രോമലാമെല്ല എന്നും പറയും കേട്ടോ. ഇനി അടുത്താണ് സി എന്ന് പറഞ്ഞത് ഈ ഭാഗമാണ്. ഞാനൊരു യെല്ലോ കളറിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, കണ്ട ഗ്യാപ്പുകളൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോമ. ഫ്ലൂയിഡ് കിട്ടി, സ്ട്രോമ. ഇനി ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പോപ്പിൻസ് അടുക്കി വെച്ചേക്കണ പോലെ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് തൈലക്കോയിഡ് എന്ന് പറയും. തൈലക്കോയിഡ് ക്ലിയർ ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആ പോപ്പിൻസ് അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഉള്ളത് ഗ്രാന. ഇനി അതിനെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ട്രോമലാമില്ല. ഫ്ലൂയിഡ് പാർട്ട് സ്ട്രോമ, തൈലക്കോയിഡ് ആ ഗ്രാനയിലെ ഒരു പാർട്ട്. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് 2 പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ എ എന്ന് പറയുന്നത് ഗ്രാനയാണ്. ഗ്രാനയിൽ ഫോം ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഉണ്ട്. ആ ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ലൈറ്റ് ഫേസിൻ്റെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. ലൈറ്റ് ഫേസിൻ്റെ ഭാഗമായിട്ട് എവിടെയായിരുന്നത്, ഗ്രാനയിൽ വെച്ച് നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഓക്സിജൻ ഉണ്ടായിട്ടുണ്ട്, ഹൈഡ്രജൻ ഉണ്ടായിട്ടുണ്ട്, എനർജി അല്ലെങ്കിൽ ATP മോളിക്യൂൾസ് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ലൈറ്റ് ഫേസിൽ അല്ലെങ്കിൽ ഗ്രാനയിൽ വെച്ചുണ്ടായ പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കാം. 1 ഓക്സിജൻ, 2 ഹൈഡ്രജൻ, 3 ATP. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് നമ്മുടെ ബോഡിയിലെ സ്കെലറ്റനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് ഈ ഒരു ഷേപ്പ് വരാൻ കാരണം നമ്മുടെ സ്കെലറ്റൻ ആണ്. ക്ലിയർ ആണ്? ഇപ്പം എൻ്റെ തലയ്ക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേ? എൻ്റെ ഷേപ്പ് തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അല്ല, എൻ്റെ കൈകൾക്കും എൻ്റെ ശരീരത്തിനൊക്കെ ഓരോ ഷേപ്പുകളുണ്ട്. ഇതൊക്കെ വരാൻ കാരണം എന്താണ്? ആ ഷേപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ബലം കൊടുക്കുന്ന സ്ട്രക്ചർ നൽകുന്ന ഒരാളാണ് ബോൺസ് അല്ലെങ്കിൽ സ്കെലറ്റൻ. മൊത്തം ബോൺസിനെ ചേർത്ത് നമുക്ക് സ്കെലറ്റൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ആ സ്കെലറ്റനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെൻറ്ററിലുള്ളതാണ്, ആക്സിസിലുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേര് ആക്സൽ സ്കെലറ്റൻ. അപ്പോൾ എന്തായിരിക്കും മറ്റേത്? സെൻറ്ററിലുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡുകളിലുള്ളതായിരിക്കൂലേ, അതാണ് അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ. അപ്പോൾ ആക്സൽ സ്കെലറ്റനും അപ്പെൻഡിക്കുലർ സ്കെലറ്റനും. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാം ആക്സൽ സ്കെലറ്റനിൽ എന്തൊക്കെയാണ് വരുന്നത്. ഒന്നാമതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് സ്കള്ള്. ഓക്കെ അല്ലേ? സ്കൾ. ഇനി അടുത്തതാണ് സ്കള്ള് നമ്മുടെ തലയോട്ടിയാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് 2 സൈഡിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും 12 എല്ലുകൾ വെച്ച് ടോട്ടൽ 24 എല്ലുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ക്ലിയർ ആണ്? അതിനെ വിളിക്കുന്ന പേരാണ് റിബ്സ്. അപ്പോൾ സ്കള്ള് കഴിഞ്ഞ നേരെ വരുന്നത് റിബ്സ്, അത് 24 എണ്ണം ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്
ഈ റിബ്സ് എല്ലാം ചേർന്ന് വരുന്ന ഭാഗമാണ് ഇവിടെ ഒരു മാറിൽ നെഞ്ചിൻ്റെ ഇവിടെ ഉള്ള ഒരൊറ്റ എല്ല്, ഒരു സിംഗിൾ എല്ലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേണം. ഓക്കെ അല്ലേ? അപ്പോൾ സ്കള്ളായി, റിബ്സായി, സ്റ്റേണായി. ഇനിയുള്ളത് നമ്മുടെ നട്ടെല്ലാണ്. നമ്മുടെ ബോഡിയുടെ പുറകെ ഉള്ള ഒരു മെയിൻ പാർട്ടാണ്. ക്ലിയർ ആണോ? നട്ടെല്ലുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പോൾ ആ നട്ടെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിബ്രൽ കോളം. ഓക്കെ അല്ലേ? അപ്പോൾ ആക്സൽ സ്കെൽട്ടൺ എന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് സ്കള്ള്, അതേപോലെ തന്നെ റിബ്സ്, പിന്നെ സ്റ്റേണം, വെർട്ടിബ്രൽ കോളം, ശ്രീയും സ്റ്റീവും. ശ്രീ ആൻഡ് സ്റ്റീവ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കള്ള്. ആർ എന്ന് പറഞ്ഞാൽ റിബ്സ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ സ്റ്റേണം, വി എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളം. ഇത്രയും ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇനി നേരെ നമുക്ക് അപ്പെൻഡിക്കുലർ സ്കെൽറ്റനിലേക്ക് നോക്കാം. പെക്ടറൽ ഗേർഡിൽ, നമ്മുടെ തോളിൻ്റെ ഇവിടെയുള്ള എല്ലിനെ വിളിക്കുന്ന പേരാണ് പെക്ടറൽ ഗേർഡിൽ. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ കൈകൾ സൈഡിലല്ലേ ഉള്ളത്. അപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നല്ലേ അർത്ഥം, സൈഡിലെ എല്ലുകൾ എന്നല്ലേ അർത്ഥം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാണ് നമുക്ക് പറയാം ബോൺസ് ഇൻ ഹാൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫോർ ലിംബ് എന്ന് എഴുതാം. ബോൺസ് ഇൻ ഫോർ ലിംബ് അല്ലെങ്കിൽ ഹാൻഡ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ 2 എല്ലുകളുണ്ട്. ഓക്കെ അല്ലേ? അതിനെ നമുക്ക് പറയാം പെൽവിക് ഗേർഡിൽ. അപ്പോൾ പെക്ടറൽ ഗേർഡിൽ തോളിൻ്റെ അവിടുത്തെ എല്ലും, പെൽവിക് ഗേർഡിൽ അവിടുത്തെ എല്ലുമാണ്, ഹിപ്പിൻ്റെ അവിടുത്തെ എല്ലുമാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് ബോൺസ് ഇൻ ലെഗ്സ് അല്ലെങ്കിൽ ഹൈൻഡ് ലിംബ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കംപ്ലീഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Based on the following means prepare a short note of health of heart and for a science seminar. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസീസ് ഓഫ് ഹാർട്ടിനെ കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അസുഖത്തിലേക്ക് കടക്കാം. നമ്മൾ പറയാൻ പോകുന്ന ഒരു അസുഖമാണ് അത്തേറോസ്ക്ലെറോസിസ്. നമ്മൾ ഓവറായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ആ ഫാറ്റൊക്കെ വന്ന് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറി, രക്തക്കുഴലാണ്, അവിടെ വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ആർട്ടറി ഇത്രയും ഉണ്ടായിരുന്ന ആർട്ടറി ചെറുതായി പോകും. കാരണം എന്താണ്? ആ ഹോള് നിറച്ച് എന്ത് വന്ന് അവിടെ വന്നിട്ട് ആ ഞരമ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ആർട്ടറീൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി. ക്ലിയർ ആണോ? ആർട്ടറിയുടെ ഡയാമീറ്റർ കുറയും. ക്ലിയർ ആണോ? പതിയെ ആർട്ടറിക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ? ആർട്ടറി പൊട്ടിപ്പോവും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടൂ മച്ച് ആയിട്ട് നമ്മൾ ഫാറ്റി ആസിഡുകൾ നോട്ട് ഒരു സിമ്പിളായിട്ട് ഇവിടെ കാണിക്കണമെങ്കിൽ ടൂ മച്ച് ഫാറ്റി ഫുഡ്, ഇത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്ലോ ചാർട്ടായിട്ടല്ല. ഞാൻ ഫുൾ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാനാണ്. ടൂ മച്ച് ഫാറ്റി ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്. എവിടെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്? ആർട്രിയൽ വാൾസ്, അതായത് ആർട്ടറികളുടെ വാൾസിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് പറ്റിപ്പിടിച്ചിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് അത്തേറോസ്ക്ലെറോസിസ്. ഇതിൻ്റെ ഫലമായിട്ട് ആർട്ടറിയിലുള്ള ബ്ലഡ് ക്ലോട്ടാവും. ബ്ലഡ് എന്താ അവിടെ? ക്ലോട്ടാവും. അങ്ങനെ ബ്ലഡ് ക്ലോട്ടാവണതിനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. ഓക്കെ അല്ലേ? ഇത് പതിയെ ഹാർട്ടിൻ്റെ ബ്ലഡിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആക്കും. ബ്ലഡ് ഫ്ലോ എന്തായി? ബ്ലോക്കായി. അങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ടൂ മച്ച് ആയിട്ട്, അതായത് കൂടുതൽ ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറിയിൽ വന്നിട്ട്
ഫാറ്റ് അടിഞ്ഞുകൂടും. ആ ഫാറ്റ് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ ആർട്ടറിയൽ വാൾസിൽ അതിൻ്റെ ഇലാസ്റ്റിറ്റി ഒക്കെ പോയി ബുദ്ധിമുട്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അതെറോസ്ക്ലെറോസിസ് അല്ലെങ്കിൽ ആതെറോസ്ക്ലെറോസിസ്. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പതിയെ ബ്ലഡ് ക്ലോട്ട് ആവാൻ തുടങ്ങും. ആർട്ടറീൻ്റെ ഉള്ളിൽ ബ്ലഡ് എന്താവും, കട്ട പിടിക്കാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി ത്രോംബോസിസ്, കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ പതിയെ പതിയെ ബ്ലഡിൻ്റെ ഫ്ലോ ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറും. അപ്പം അതുകൊണ്ട് അധികം എന്ത് കഴിക്കാതിരിക്കുക, ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഹാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ? ഒന്ന്, റെഗുലർ എക്സസൈസ് ചെയ്യുക. ഏറ്റവും വലിയ കാര്യമാണെന്ത്, റെഗുലർ എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് വന്നത്, കൂടുതൽ ഫാറ്റി ഫുഡ് അയച്ചുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫാറ്റി ഫുഡുകൾ കുറക്കുക. ക്ലിയർ അല്ലേ? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഫാറ്റി ഫുഡ് ഒഴിവാക്കുക, എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞ്, ഫാറ്റി ഫുഡ് ഒഴിവാക്കുന്ന കാര്യം പറഞ്ഞ്, അവോയ്ഡ് ആൽക്കഹോൾ, സിഗരറ്റ്സ് എക്സെട്ര, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കുക, ബോഡി വെയിറ്റ് കൂട്ടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണ്? സിഗരറ്റ് വലിയൊക്കെ മെയിനായിട്ട് നമ്മുടെ ബ്രെയിനെയും ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്മോക്കിംഗ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒഴിവാക്കുക. ക്ലിയർ ആണ്? അപ്പോൾ ആ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിയാറായി. ബോഡി മൂവ്മെൻറ്റ്സും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ ബോഡി മൂവ്മെൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടില്ല, ചിലതിലാണെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളാണ് മൂവ്മെൻറ്റ് ഓഫ് സ്പേം. സ്പേമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് ഉണ്ട്, HEAD ഹെഡ്, ഒരു മിഡിൽ പീസ് ഉണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്. ഇതാണ് സ്പേമിനുള്ളത്. ക്ലിയർ ആണോ? ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സ്പേം. ഈ സ്പേം ഈ വാല് അഥവാ ടെയിൽ വെച്ചിട്ട് മൂവ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നോക്കാം, ഈ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്. ആ നീണ്ട ടെയിൽ പോലെ ഇരിക്കണത് നമുക്ക് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്, ഫ്ലജല്ലം എന്ന് പറയാം ആ ടെയിലിന്. അത് വെച്ചുള്ള മൂവ്മെൻറ്റാണ് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്. ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്. അടുത്തത് സൂഡോപോഡിയൽ മൂവ്മെൻറ്റ്. അമീബയിലൊക്കെ ഉള്ള മൂവ്മെൻറ്റാണ് സൂഡോപോഡിയ. സൂഡോപോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ഫീറ്റ്. ശരിക്കും ഇപ്പോൾ ഇതൊരു അമീബ ആണെങ്കിൽ ഇതിൻ്റെ ഫുഡ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇവരുടെ സൈറ്റോപ്ലാസം ഇങ്ങനെ നീട്ടി കൊണ്ടുവന്ന് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കും. അതാണ് ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ ഫോൾസ് ഫീറ്റ്. ശരിക്കും അങ്ങനെ ഒരു ഫീറ്റ് അവർക്കില്ല, കാലില്ല. പക്ഷെ അവരെന്ത് ചെയ്യും, അവരുടെ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇരയെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറ്റുന്നു. ക്ലിയർ അല്ലേ? ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. ക്ലിയർ അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ് ഇതേപോലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, മൂവ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിഫെൻസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഇത്ര എഴുതിയാൽ മതി. ഇനി മൂവ്മെൻറ്റ് ഓഫ് സീലിയ ഇൻ ഓവിഡക്റ്റ്. ഫീമെയിൽ ഗ്യാമേറ്റ് ആണ് ഓവം. ഈ ഓവം എന്ത് ചെയ്യുന്നുണ്ട്, ഓവറിയിൽ നിന്ന് റിലീസായിട്ട് മൂവ് ചെയ്യുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടാണ്, സീലിയയുടെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിനെ വിളിക്കുന്ന പേരാണ് സീലിയറി മൂവ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഓവത്തിന് സ്വയമേ മൂവ് ചെയ്യാൻ പറ്റില്ല, സ്പേമിനെ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സീലിയാണ് ഓവത്തിന് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിനകത്ത് മസിൽ മൂവ്മെൻറ്റ്. മസിൽ മൂവ് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ മസിൽസ്. That helps in different
മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ കൈ ഇങ്ങനെ മടക്കണം, കൈ നിവർത്തിയൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും, റിലാക്സ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിനുള്ള എക്സാമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കുറച്ച് 3 ഓർഗാനിസത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇത് എന്ത് ചെയ്യാനാണ്? യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ പേരുകൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. ഒന്നാമത്തെ ആളുടെ പേര് ഇൻസെക്റ്റ്, രണ്ടാമത്തത് അമീബ, മൂന്നാമത്തെ ആളുടെ പേര് ഫ്രോഗ്. ക്ലിയർ അല്ലേ? ഓർഗാനിസത്തിൻ്റെ പേര് അതേപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്. എന്താ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ അതിനെ ബോഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അതിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യണ്ടേ? അപ്പോൾ അതിനൊരു ഓർഗൻ വേണം, അതാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. പുറത്തേക്ക് കളയുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റും, പുറത്തേക്ക് കളയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എക്സ്ക്രീറ്ററി ഓർഗനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻസെക്റ്റിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് യൂറിക് ആസിഡ് ആണ്. ഇൻസെക്റ്റിലെ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് യൂറിക് ആസിഡ് ആണ്. ഇനി അടുത്ത അമീബയാണ്. അമീബയിലത് അമോണിയയാണ്. അമീബയില മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് അമോണിയാണ്. മൂന്നാമത്തെ ആളാണ് ഫ്രോഗ്. ഫ്രോഗിൽ നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കുള്ളത്, യൂറിയയാണ്. ക്ലിയർ അല്ലേ? യൂറിയ. അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി ഓർഗനാണ് വേണ്ടത്. ഇവരെന്തിലൂടെയാണ് ഈ പ്രൊഡക്റ്റുകൾ റിമൂവ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഇൻസെക്റ്റിൻ്റെത് നോക്കാം, മാൽഫീജിയൻ ട്യൂബൂൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാൽഫീജിയൻ ട്യൂബുകളിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റിനെ പുറത്തേക്ക് കളയുന്നത്. രണ്ടാമത്തെ അമീബ ആയിരുന്നു. അമീബക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, എന്നാലും നമുക്ക് പറയാം കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്. അടുത്ത ഫ്രോഗാണ്. ഫ്രോഗിന് മനുഷ്യർക്കുള്ളത് പോലെ തന്നെ എന്താണുള്ളത്? കിഡ്നി. ഗിൽസ് ആയിരിക്കും വരുന്നത് ഫിഷിന്. നെഫ്രീഡിയയോ ഏർത്ത്വാം അല്ലേ, മണ്ണിര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീരാറായിട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഫ്രെയിംവർക്ക്. ചില ഓർഗാനിസത്തിന് ബോഡിയുടെ ഉള്ളിലായിരിക്കും സ്കെലറ്റൻ ഉണ്ടാവുക, ബോൺസ് അല്ലേ. ചില ഓർഗാനിസത്തിന് ബോഡിയുടെ പുറത്തായിരിക്കും സ്കെലറ്റൻ ഉണ്ടാവുക. ചിലവർക്ക് സ്കെലറ്റന് പകരം ചില ചേമ്പേഴ്സിൻ്റെ ഉള്ളിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചേക്കണായിരിക്കും. അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞ്. നമ്മളെപ്പോലുള്ളവർക്ക് ബോഡീൻ്റെ ഉള്ളിലാണ് സ്കെലറ്റൻ. എന്നാൽ വേറെ ചില ഓർഗാനിസംസ് ഉണ്ട്, ക്രാബ് പോലുള്ളത്, അവർക്ക് ബോഡിയുടെ പുറത്താണ് അവരുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലറ്റൻ ഉണ്ടാവുക. ഇനി വേറെയും ആൾക്കാരുണ്ട്, അവർക്ക് സ്കെലറ്റനായിട്ടല്ല ഉള്ളത്, അവരുടെ ബോഡിയിൽ ചെറിയ ചെറിയ ക്യാവിറ്റികളുണ്ട്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അറകൾ, ചേമ്പേഴ്സ്. അതിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചേക്കണം, ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചേക്കണ ഒരു സ്ട്രക്ചറാണ്. ക്ലിയർ ആണ്? ഇങ്ങനെ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹൈഡ്രോസ്കെലറ്റൻ, രണ്ടാമത്തിൻ്റെ പേര് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വായിച്ചു നോക്കാം. എക്സോസ്കെലറ്റൻ ഫോംഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആൻഡ് ചിറ്റിൻ. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് എക്സോസ്കെലറ്റൻ, പുറത്തുള്ള സ്കെലറ്റൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അപ്പോൾ എന്ത് തന്നെയാണ്? ഒന്നാമത്തെ ഹൈഡ്രോസ്കെലറ്റൻ ആണെങ്കിൽ രണ്ടാമത്തെ എന്താണ്? എക്സോസ്കെലറ്റൻ. അതായത് ബോഡിയുടെ പുറത്താണ് എന്തുള്ളത്? സ്കെലറ്റൻ ഉള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോസ്കെലറ്റൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് അടുത്ത ചോദ്യം. ക്ലിയർ അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻഡോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്. സ്കെലറ്റൻ ഉള്ളിലുള്ളവർ എൻഡോസ്കെലറ്റൻ, സ്കെലറ്റൻ പുറത്തുള്ളവർ എക്സോസ്കെലറ്റൻ. പിന്നെ വേറൊരു കാറ്റഗറി കൂടി പറഞ്ഞല്ല, ചേമ്പേഴ്സിൽ കുറച്ച് വെള്ളം നിറഞ്ഞിരിക്കണം, അവരാണ് ഹൈഡ്രോസ്കെലറ്റൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് വിത്ത് chambers are present in the body. ആ ബോഡിയിൽ ചെറിയ ചേമ്പേഴ്സ് ഉണ്ട്. അത് മെയിനായിട്ടുള്ളത് മണ്ണിരയില്ലേ, ഞാനൂളിനൊക്കെയാണ് ഇതുള്ളത്. ക്ലിയർ ആണ്? ബോഡിയിൽ ചെറിയ ചെറിയ ക്യാവിറ്റികളുണ്ട്. ആ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അവരുടെ മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു വേവ് പോലെയാണ് അവർ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി
എക്സാമ്പിൾ ഓഫ് എക്സോസ്കെലറ്റൻ ഓർഗാനിസംസ് ആണ്. നമുക്ക് പറയാം, ഓൾറെഡി ഞാൻ പറഞ്ഞോളൂ, എർത്ത് വാം, മണ്ണിര, പിന്നെ ഒരു മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ഹൈഡ്രയിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കറിയാം സ്നെയിലിൽ പുറകിലൊരു ഷെല്ലുണ്ട്, പക്ഷേ അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് പോലെ ഇരിക്കണം. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവർ കുയിനോറിനൊക്കെ വീണ കാണുമ്പോൾ അറിയാൻ പറ്റും. അടുത്തത് എക്സോസ്കെൽറ്റൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചേക്കണം. എക്സോസ്കെൽറ്റൻ്റെ എക്സാമ്പിളാണ് ക്രാബ്സ്. ഞണ്ടിൻ്റെ പുറത്താണ് ഇതുള്ളത്. പിന്നെ ഓയിസ്റ്റർ, മുത്തുച്ചിപ്പിയില്ലേ, ഓയിസ്റ്റർ. പിന്നെ ഗ്രാസ് ഹോപ്പർ, പച്ചക്കുതിര. ഇവരുടെയൊക്കെ സ്കെൽറ്റൻ എക്സോസ്കെൽറ്റൻ ആണ്. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, 3 അല്ല 2 എണ്ണം. ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ മസിൽ എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ളതാണ്. ഒരു ട്യൂബിൻ്റെ ഷേപ്പ്, കണ്ട ട്യൂബുകളുടെ ഷേപ്പാണ് ഉള്ളത്. അതുകൂടാതെ ഇതിൽ ഡാർക്കും ലൈറ്റുമായിട്ടുള്ള കുറേ സ്ട്രിയേഷൻസ് ഉണ്ട്. സ്ട്രിയേഷൻസ് എന്ന് പറഞ്ഞതാണ് കുറേ ലൈൻസ് ഉണ്ട്, വരകളുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മസിലിൻ്റെ പേരാണ് സ്കെലറ്റൽ മസിൽ. നമ്മുടെ ബോൺസുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിലാണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മസിൽ നോക്കിയാടാ, ബ്രാഞ്ചഡ് സെൽസ് ആണ്. ബ്രാഞ്ച് പോലെ ഇരിക്കണം, കണ്ട ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ ബ്രാഞ്ചുകൾ പോലെ ഇരിക്കുന്ന സെല്ലുകളാണ്. ഇത് ഹാർട്ടിലുള്ള സെല്ലാണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് സെല്ലല്ല മസിലാണ് കാർഡിയാക് മസിൽ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മസിലിൻ്റെ പേര് പറഞ്ഞു കാർഡിയാക് മസിൽ. ഓക്കെ അല്ലേ. മൂന്നാമത്തെ മസിലിൻ്റെ പേരുണ്ട് സ്മൂത്ത് മസിൽ എന്ന്, പക്ഷേ അതിൻ്റെ ഫിഗർ ഇല്ല. അപ്പോൾ നമ്മളോട് വരക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫിഗർ ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്മൂത്ത് മസിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗനിലുള്ള മസിൽസാണ്. അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ബ്ലഡ് വെസൽസ്, ഇൻറ്റസ്റ്റൈന്, ഇവിടേക്കുള്ള മസിൽസാണ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പാണ്. സ്മൂത്ത് മസിലിൻ്റെ ഷേപ്പ് എന്താണ്? സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, സാധാരണ മസിൽ പോലെ തന്നെ, പക്ഷേ 2 അറ്റവും 2 എൻഡും കൂർത്തിരിക്കും. ക്ലിയർ ആണോ? ഒരു ഷാർപ്പായിട്ടിരിക്കും. അതേപോലത്തെ മസിലാണ് ഈ നടുക്കുള്ളത്. ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് മസിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലാണ്. ഒന്നാമത്തത് ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. രണ്ടാമത്തത് ഹാർട്ടിലെ വാൾസിലാണുള്ളത്, ഹാർട്ടിൻ്റെ വാൾസിൽ. മൂന്നാമത്തത് ഇൻറ്റേർണൽ ഓർഗൻസിൽ. ഒന്നാമത്തേൽ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പ്. രണ്ടാമത്തേന് ബ്രാഞ്ചഡ് സെൽസ്. മൂന്നാമത്തേത് സ്പിൻഡിൽ ഷേപ്പ്. ക്ലിയർ അല്ലേ. ഇതിൽ സ്കെലറ്റൽ മസിൽസ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. വോളണ്ടറി മൂവ്മെൻറ്റ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. കൈയിൻ്റെ മൂവ്മെൻറ്റ്, ഹെഡിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള കാർഡിയാക് മസിലും സ്മൂത്ത് മസിലും അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലാണ്. ഒന്ന് ഹാർട്ടിലും ബാക്കി സ്റ്റൊമക്കിലും കാര്യങ്ങളിലൊക്കെയാണ് സ്മൂത്ത് മസിലുള്ളത്. ഹാർട്ടിലുള്ളത് കാർഡിയാക് മസിൽ. ഇവരൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഓക്കെ ആണോ? അപ്പോൾ കാർഡിയാക് മസിലും സ്മൂത്ത് മസിലും ഇൻവോളണ്ടറി മൂവ്മെൻറ്റിനും, അതേപോലെ തന്നെ സ്കെൽറ്റൽ മസിൽ വോളണ്ടറി മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് തന്നിരിക്കുന്നത് വെന്റിലേഷനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോർമൽ ബ്രീത്തിങ് നടത്തൂലേ, റെസ്പിറേഷൻ, ബ്രീത്തിങ് നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പോൾ വെന്റിലേഷനിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ വരുന്ന പാർട്ടുകൾ: 1 ഡയഫ്രം, 2 ഇൻ്റർകോസ്റ്റൽ മസിൽ, മൂന്നാമത്തത് റിബ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ നോക്കാം. എയർ മൂവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഉള്ളിലേക്ക് വരുന്നു. ക്ലിയർ അല്ലേ?
എയർ മൂവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ്. ലങ്സ് ഉള്ളിലല്ലേ, പുറത്തുനിന്ന് ഉള്ളിലേക്ക് തന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്നാണ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എ എന്താണെന്ന് എഴുതി. വെന്റിലേഷനിൽ ഇൻസ്പിറേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ പുറത്തുള്ള എയർ ഉള്ളിലേക്ക്. അപ്പോൾ എന്തായിരിക്കും അടുത്തത്? എയർ മൂവ്സ് ഫ്രം ലങ്സ് ടു അറ്റ്മോസ്ഫിയർ. നമ്മുടെ ലങ്സിലുള്ള എയർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിറേഷൻ. അപ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ശ്വാസം എടുക്കുമ്പോൾ ഇൻസ്പിറേഷനിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നാന്ന് നോക്കാം. ഡയഫ്രം. ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ, ഈ നെഞ്ചിൻ്റെ ഇവിടുത്തെ ഭാഗമാണ് തൊറാസിക് ക്യാവിറ്റി. താഴെയുള്ള വയറിൻ്റെ അവിടുത്തെ ഭാഗമാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിൻ ക്യാവിറ്റിയും ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലർ വാളുണ്ട്. എന്ത് വാളാണ്? മസിൽസ് കൊണ്ടുണ്ടാക്കിയ വാൾ, മസ്കുലർ വാൾ. അപ്പോൾ തൊറാസിക് ക്യാവിറ്റീനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വാളിനെ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ഇത് നമ്മൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് എയർ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അത് എന്താവും? കോൺട്രാക്റ്റ് ആവും. എന്താവണത്? കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്നാണ് ചുരുങ്ങുക. ശരിക്കും അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഡയഫ്രം എന്തായി? കോൺട്രാക്റ്റ് ആയി. പിന്നെ ഇന്റർ കോസ്റ്റൽ മസിൽസ് നമുക്കറിയാം, നമ്മുടെ ഇവിടെ വാരിയലുകളുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിബ്സ്. റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് ആണ് ഇന്റർ കോസ്റ്റൽ മസിൽസ്. എന്ത് മസിലാണ്? ഇന്റർ കോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്താകും? ചുരുങ്ങും, കോൺട്രാക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ റിബ്സ് റൈസ് ചെയ്യും, റിബ്സ് പൊങ്ങും. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് ശ്വാസം വലിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിബ്സ് ഇവിടെ ശ്വാസകോശത്തിൻ്റെ ഒപ്പം റിബ്സും എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് പൊങ്ങുന്നുണ്ട്. അപ്പോൾ റൈസസ്, റിബ്സ് മുകളിലേക്ക് റൈസായി. ഇനി അടുത്തതാണ് വെന്റിലേഷൻ എക്സ്പിറേഷനിൽ വരുന്നത്. അതായത് നമ്മൾ ശ്വാസം എന്ത് ചെയ്യാൻ പോകണമാണ്? പുറത്തേക്ക് വിടാൻ പോകണമാണ്. അപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അടുത്തതിൽ നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഡയഫ്രം എന്താവും? റിലാക്സ് ആവും. ഇന്റർ കോസ്റ്റൽ മസിൽ എന്താവും? റിലാക്സ് ആവും. ആ റിബ്സ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നത് ഇപ്പം എന്തായാലും താഴേക്ക് വരും, മൂവ്സ് ഡൗൺ. നേരത്തെ റൈസായി, ഇപ്പം എന്തായാലും ലോവറിങ് അല്ലെങ്കിൽ റിലാക്സ് ആയി. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്തതാണ് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. ബ്ലഡ് വെസൽസ്, ഇതാണ് റീഡ്രോ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, റീഡ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം? അത് വരച്ചിട്ടുണ്ടാവണം. കാരണം അത് 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ റീഡ്രോ ചെയ്യണതിന് 1 മാർക്കും അതിൻ്റെ പാർട്ടുകൾ അടയാളപ്പെടുത്തുന്നതിനും ഓരോ മാർക്കുകൾ വെച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേബൽ ദ ഫോളോയിങ് പാർട്സ്. ബ്ലഡ് വെസൽ വിച്ച് ക്യാരി ബ്ലഡ് ടു കിഡ്നി. കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നത് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അത് റീനൽ ആർട്ടറി ആണ്. ബ്ലഡിനെ കിഡ്നിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? റീനൽ ആർട്ടറി. ഇനി ബ്ലഡ് വെസലിനെ കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? അതാണ് അടുത്തത്. അത് റീനൽ വെയിൻ. റീനൽ ആർട്ടറിയുമായി റീനൽ വെയിനുമായി. ഇനി അടുത്തത് റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് പാർട്ട് ലേബിൾഡ് ആസ് സി. സി എന്ന് പറയുന്ന പാർട്ട്, ഈ ലേബിൾ ചെയ്തേക്കുന്ന ഈ പാർട്ട് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? നമുക്കറിയാം കിഡ്നിയിൽ നിന്ന് ഇത് യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്ന ഒരു കുഴലാണ്, വെസലാണ്. ക്ലിയർ അല്ലേ? ഇതിന് നമ്മൾ പറയുന്നത് യുറേറ്റർ എന്നാണ് പറയുക. എന്താ പറയുക? യുറേറ്റർ. അപ്പോൾ ഈ യുറേറ്ററിന് ഫങ്ഷനാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്നുള്ള യൂറിനെ എവിടെ എത്തിക്കും? യൂറിനറി ബ്ലാഡറിൽ എത്തിക്കും. അപ്പോൾ യുറേറ്ററിൻ്റെ പണി എന്താ? ട്രാൻസ്പോർട്ട് യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡർ. ഓക്കെ അല്ലേ?
അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സുകൾ 3 രീതികൾ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 3 പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അൾട്രാ ഫിൽട്രേഷൻ. രണ്ടാമത്തതാണ് റീഅബ്സോർപ്ഷൻ. മൂന്നാമത്തത് സെക്രീഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് അൾട്രാ ഫിൽട്രേഷൻ നമുക്ക് നോക്കാം. നമ്മളെ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ കിഡ്നിയിലുള്ള നെഫ്രോൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലോമർലസ് വെച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇത് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബ്ലഡിൽ നിന്ന് വേസ്റ്റ് അടിച്ച് മാറ്റിയിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ബ്ലഡിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ വേസ്റ്റിൽ പെട്ടിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഗ്ലൂക്കോസ് ആവാം, അതേപോലെ വൈറ്റമിൻസ് ആവാം, അല്ലെങ്കിൽ അമിനോ ആസിഡ്സ്, അങ്ങനെ പല കാര്യങ്ങളും ആവാം. അത് ചിലപ്പോൾ അറിയാണ്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും ബ്ലഡിലേക്ക് തിരിച്ചെടുക്കുക. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ് അൾട്രാ ഫിൽട്രേഷൻ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യണതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് റീഅബ്സോർപ്ഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് യൂറിനിലൂടെ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വീണ്ടും ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ ഇനി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഫിൽട്ടർ ചെയ്തപ്പോൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ബ്ലഡിലേക്ക് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്, തിരിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റീഅബ്സോർപ്ഷൻ. മൂന്നാമത്താണ് സെക്രീഷൻ. എന്താണ് സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും പോകാത്ത, അതായത് ഇനിയും വേസ്റ്റുകൾ എവിടെയെങ്കിലും ഫിൽട്ടർ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും യൂറിനിലേക്ക് എന്ത് ചെയ്യണം, സെക്രീറ്റ് ചെയ്യും. അതായത് ആ വേസ്റ്റ് കളയാൻ വേണ്ടി. ക്ലിയർ ആണോ? റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളും ബ്ലഡിലുണ്ടെങ്കിൽ അതിനെ തിരിച്ചെന്തിലേക്ക് എടുക്കാനുണ്ട്, ബ്ലഡിലേക്ക് തിരിച്ചെടുക്കാനുണ്ട്. എന്താണ് സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ അരിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഫിൽട്ടർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് എങ്ങോട്ട് കൊടുക്കാനുണ്ട്, യൂറിനിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനെ സെക്രീറ്റ് ചെയ്ത് യൂറിനിലേക്ക് കൊടുക്കുക. ക്ലിയർ ആണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്രീഷൻ. ഈ 3 പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂറിൻ ഫോം ചെയ്യുന്നത്. ഇതിൽ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ഗ്ലോമറുലസിൽ വെച്ചാണ്. ഗ്ലോമെറുലസ്. രണ്ടാമത്തത് റീഅബ്സോർപ്ഷൻ നടക്കുന്നതും സെക്രീഷൻ നടക്കുന്നതും റീനൽ ട്യൂബ്യൂളിൽ വെച്ചാണ്. റീനൽ ട്യൂബ്യൂൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.